ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 മാർച്ച് 2-ാം തീയതി ഞായറാഴ്ച മുതൽ 8-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ കുംഭൻ രാശിയിൽ ചതയം പൂരൂരുട്ടാതി ഞാറ്റുവേലകളിലും ചന്ദ്രൻ ശുക്ലപക്ഷ തൃതീയ മുതൽ നവമി വരെ ഉത്രട്ടാതി മുതൽ തിരുവാതിര വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണിയിലും ചൊവ്വ മിഥുനത്തിൽ പുണർദം നക്ഷത്രത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതിയിലും ശുക്രനും ബുധനും രാഹുവും മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹുവും ബുധനും ശുക്രനും 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പണച്ചെലവ് വർദ്ധിച്ചേക്കും. വേണ്ടത്ര വിശ്രമത്തിന് അവസരം ലഭിച്ചു എന്ന് വരില്ല. ആഴ്ച ആദ്യ ദിവസങ്ങൾ സ്വസ്ഥത പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കും. ശുഭവാർത്തകൾ തേടിയെത്തും. സുഖ ഭക്ഷണയോഗം ഉണ്ടാകും. ആഴ്ച മധ്യ ദിവസങ്ങളിൽ സൂര്യം കുറയുന്നതായി തോന്നും. ആഴ്ച അവസാന ദിവസങ്ങൾ ഏറെ ഗുണകരമാകും. സാമ്പത്തികമായി മേന്മയുണ്ടാകും. ചെലവുകൾ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞേക്കും. ഒപ്പം നിൽക്കാനും കൂട്ടുകൂടാനും ആളുകളുണ്ടാകും. പൊതുവെ സന്തോഷം അനുഭവപ്പെടും. ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും. കാര്യങ്ങളിൽ ശാന്തമായി നിലപാടെടുക്കാൻ മനസ്സ് പക്വമായിരിക്കും. കാര്യങ്ങൾ വിശകലനം ചെയ്ത് തീരുമാനം എടുക്കുവാൻ കഴിയും. പണച്ചെലവ് വർദ്ധിച്ചാലും സ്വയം നിയന്ത്രിക്കുവാൻ കഴിയുന്നതാകും. തിരക്ക് വർദ്ധിച്ചാലും കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തും. വിദ്യാർത്ഥികൾക്ക് ഗ്രൂപ്പ് സ്റ്റഡി പ്രയോജനകരമാകും. ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിച്ചേക്കും. സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായി പരിഹാരം കാണുവാൻ കഴിയും. വ്യാഴവും ശനിയും ഇഷ്ടഭാവങ്ങളിൽ ആയതിനാൽ സാമ്പത്തിക രംഗം മോശമാകില്ല. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സ് ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാത്ത അവസ്ഥയായിരിക്കും. ആലസ്യവും ചാഞ്ചല്യവും പിടികൂടിയേക്കും. വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. മനസ്സ് ഭാവനാലോകത്ത് വിരാജിക്കും. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ നീക്കുവാൻ ചിലപ്പോൾ പരിശ്രമിക്കേണ്ടി വരും. ബിസിനസ് രംഗത്ത് ന്യായമായ ലാഭം പ്രതീക്ഷിക്കാം. കടം വാങ്ങി ബിസിനസ്സിൽ നിക്ഷേപിക്കുവാനുള്ള പ്രവണത ദോഷം ചെയ്തേക്കും. പ്രണയികൾക്ക് ആഹ്ലാദിക്കാനുള്ള അവസരം ലഭിക്കും. സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ വിമർശനം ഏറ്റുവാങ്ങും. ആധ്യാത്മിക കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടേക്കാം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബന്ധുക്കളെ സന്ദർശിക്കുവാനുള്ള അവസരമുണ്ടാകും. സുഹൃത്ത് സമാഗമം സാധ്യമാകും. മനസ്സന്തോഷം അനുഭവപ്പെടുന്നതാണ്. സുഖാനുഭവങ്ങൾ കുറയാൻ ഇടയുണ്ട്. പ്രയോജനപ്രദമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയവും ഊർജവും ചെലവഴിക്കേണ്ടി വരുന്നതാണ്. ജോലിഭാരം വർദ്ധിക്കുന്നതായി തോന്നും. എന്നാൽ കർമ്മരംഗത്ത് ശ്രദ്ധാപൂർവം മുഴുകുവാനും ലക്ഷ്യം നേടാനും കഴിയുന്നതാണ്. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. നല്ല വാക്കുകൾ പറയുവാൻ അവസരം ലഭിക്കുന്നതാണ്. ധനപരമായി വാരം അനുകൂലമാണ്. എന്നാൽ പണം ഇടപാടുകളിൽ സൂക്ഷ്മത വേണം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുനക്കൂറുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. സമൂഹത്തിലും സംഘടനകളിലും അനിഷേധ്യത ഉണ്ടാകും. ആദർശത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ധനാഗമം വർദ്ധിക്കും. സന്തോഷവും സമാധാനവും അനുഭവപ്പെടും.
ഇടവക്കൂറുകാർക്ക് സമ്മിശ്രാനുഭവങ്ങൾ ആയിരിക്കും കൂടുതലായി ലഭിക്കുന്നത്. കർമ്മരംഗത്ത് വിമുഖത അനുഭവപ്പെട്ടേക്കാം. ബന്ധുകലഹത്തിന് പക്ഷം പിടിക്കുന്നത് ദോഷം ചെയ്യും. കലാപ്രവർത്തന രംഗത്ത് നേട്ടമുണ്ടാകും. കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ തേടിയെത്തും. പണയ വസ്തുക്കളുടെ തിരിച്ചടവിന് മുടക്കം വരില്ല. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹപ്രവർത്തകരുടെ സഹകരണം കുറയും. ചുമതലകൾ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് പൂർത്തിയാക്കും. കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാകും. പുതിയ സാങ്കേതികവിദ്യകൾ പഠിച്ചുൾക്കൊള്ളാൻ സന്നദ്ധയുണ്ടാകും. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് രംഗത്തും കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മുറിവോ വീഴ്ചയോ സംഭവിച്ചേക്കാം. സാമ്പത്തികമായി മെച്ചം പ്രതീക്ഷിക്കാം. കച്ചവടക്കാർക്ക് ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിറ്റഴിക്കുവാൻ കഴിയുന്നതാണ്. വാരം അവസാന ദിവസങ്ങളിൽ ചില സൂര്യക്കേടുകൾ ഉണ്ടായേക്കാം. കുടുംബാംഗങ്ങളുടെ അപ്രീതിക്ക് പാത്രമായേക്കും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും. തൊഴിൽ മേഖലയിൽ സമാധാനം ഉണ്ടാകും. പൊതുരംഗത്തും സമൂഹമധ്യത്തിലും അഭിനന്ദിക്കപ്പെടും. അനുകൂല സാധ്യതകൾ ബിസിനസ്സിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. സുഹൃത്തുക്കളുടെ ഭവനം സന്ദർശിച്ചേക്കും. കടബാധ്യതകൾ വ്യാകുലതയ്ക്ക് കാരണമാകുന്നതാണ്. ഭൂമി ക്രയവിക്രയങ്ങളിൽ തടസ്സം നേരിടും. അലച്ചിലിനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഏകാഗ്രത കുറയുന്നതാണ്. പ്രണയകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശനി മൗഢ്യാവസ്ഥയിലായതിനാൽ പ്രവർത്തനശേഷിയെ ബാധിച്ചേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് തോന്നും. തിടുക്കത്തിൽ ചെയ്ത് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കുവാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ വേണം. വ്യാഴം 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനവരവിൽ തടസ്സം ഉണ്ടാകില്ല. കൈവായ്പകൾ മടക്കി ലഭിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. ജീവിത പങ്കാളിയുടെ അഭിപ്രായം കുടുംബകാര്യത്തിൽ സ്വീകാര്യമാകും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ദൈവിക സമർപ്പണങ്ങൾക്ക് മുടക്കം വരില്ല. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂല ഫലങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന വാരമാണ്. ന്യായമായ കാര്യങ്ങൾ തടസ്സം കൂടാതെ സാധ്യമാകും. തടസ്സങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കുവാൻ കഴിയുന്നതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട രേഖകൾ കൈവശം എത്തിച്ചേരും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഭംഗിയായി നിറവേറ്റുന്നതാണ്. എതിർപ്പുകളെ തമസ്കരിക്കും. ധനവരവ് മെച്ചപ്പെടുന്നതാണ്. ബിസിനസ്സിൽ സംതൃപ്തിയുണ്ടാകും. കൈവായ്പകൾ കൊടുത്തു തീർക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകും. ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ അനുകൂലമാണ്. പങ്കാളിയെ ചേർത്ത് ബിസിനസ് രംഗം വിപുലീകരിക്കുന്നതിനെപ്പറ്റി ആലോചിക്കും. ബിസിനസ് സംബന്ധമായ യാത്രകൾ ഗുണകരമാകും. സർക്കാരിൽ നിന്നുമുള്ള അനുമതികൾക്കായി ശ്രമം ആവർത്തിക്കേണ്ടി വന്നേക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. ചില പാഠഭാഗങ്ങൾ മനസ്സിൽ നിൽക്കുന്നില്ല എന്ന തോന്നലുണ്ടായേക്കാം. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുവാൻ തയ്യാറാകും. ആഡംബര വസ്തുക്കൾ വാങ്ങിയേക്കും. സഹോദരങ്ങളിൽ നിന്നും വേണ്ട സഹായങ്ങൾ ലഭിക്കുകയും അതിലൂടെ മാനസികോന്മേഷം അനുഭവപ്പെടുകയും ചെയ്യും. സാമ്പത്തിക രംഗം അത്ര മോശമാകില്ല. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ എല്ലാ കാര്യത്തിലും പൊതുവെ ഉന്മേഷം ഉണ്ടാകും. സ്ത്രീ സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. കലാപ്രവർത്തന രംഗത്ത് അവസരം അനുകൂലമാണ്. ബിസിനസ്സിൽ ലാഭനഷ്ടം സന്തുലിതമായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യവും സ്വാധീനവും വർദ്ധിക്കും. സുഹൃത്തുക്കളുമായി ഉല്ലാസയാത്രകൾക്ക് അവസരമുണ്ടാകും. സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ വേണ്ട പിന്തുണയും ശ്രദ്ധയും നൽകേണ്ട സമയമാണ്. അധ്വാനഭാരം വർദ്ധിച്ചേക്കും. കാര്യങ്ങളിൽ ഒരു കരുതൽ അനിവാര്യമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടായേക്കാവുന്ന വാരമാണ്. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കുന്നതാണ്.
ബിസിനസ് രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും. കന്നിക്കൂറുകാർക്ക് സർക്കാർ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാവില്ല. ചിങ്ങക്കൂറുകാർക്ക് പ്രണയത്തിൽ സന്തോഷം ഭവിക്കും. കുടുംബകാര്യങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾക്ക് സമയം അനുകൂലമല്ല. ആദർശത്തിന് വിലയില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. ആഴ്ച പകുതി കഴിയുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ഗുണകരമാകും. കന്നിക്കൂറുകാർക്ക് പിതാവിൻ്റെ സഹായവും സഹകരണവും ലഭിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാകും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ വാരം അനുകൂലമാണ്. സാമ്പത്തികമായി ആശ്വാസം അനുഭവപ്പെടും. വീടിനോ വാഹനത്തിനോ അറ്റകുറ്റപ്പണി വേണ്ടിവരും. തന്മൂലം പ്രതീക്ഷിക്കാത്ത ചെലവുകളും വന്നുചേരും. അകന്നു നിൽക്കുന്ന ബന്ധുക്കൾ പരിഭവം മറന്ന് വീണ്ടും സ്നേഹത്തിലാവും. പതിവായുള്ള ആരോഗ്യ പരിശോധനകളിൽ അലംഭാവം കാണിക്കരുത്. തൊഴിൽ മേഖലയിൽ കുറച്ചൊക്കെ സമാധാനം ഉണ്ടാകും. ഒഴിഞ്ഞു മാറിയാലും ചില അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. പ്രധാന കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം തേടുന്നില്ല എന്ന വിമർശനം നേരിടേണ്ടി വരും. ജനറേഷൻ ഗ്യാപ്പ് സ്വന്തം കാര്യത്തിൽ അനുഭവസ്ഥമാകും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കുന്നതാണ്. സ്വയം തൊഴിൽ മേഖലയിൽ ഉണർവുണ്ടാകുന്നതാണ്. കരാർ പണികൾ നീട്ടി ലഭിക്കും. ഭൗതികമായി പലതരം നേട്ടങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നുചേരും. ഉറ്റവരുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കുമെങ്കിലും സ്വന്തം ഇഷ്ടം മാത്രമേ പ്രാവർത്തികമാകൂ. വാഗ്ദാനങ്ങൾ പാലിക്കാൻ തടസ്സങ്ങൾ നേരിടും. കുടുംബ ബന്ധങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ അനുഭവപ്പെടും. പല കാരണങ്ങളാൽ മനസ്സമാധാനം കുറയുന്നതായി തോന്നും. രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടും. ധനപരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതല്ല. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ പാടുപെടും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗം ഉന്മേഷഭരിതമാകും. അധികാരശക്തി വന്നു ചേരുന്നതാണ്. സുതാര്യമായ പ്രവർത്തനശൈലി അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങും. സ്വയം തൊഴിൽ മേഖലയിൽ വിപുലീകരണത്തിന് തടസ്സങ്ങൾ നേരിടുന്നതാണ്. കടം വാങ്ങി ബിസിനസ്സിൽ ചെലവഴിക്കുന്നത് ഗുണം ചെയ്തേക്കില്ല. 6-ാം ഭാവത്തിലെ ശുക്രൻ്റെ സഞ്ചാരം മൂലം സ്ത്രീകളുടെ ശത്രുത സമ്പാദിച്ചേക്കും. ഭൗതികമായ ചെലവുകൾ വർദ്ധിക്കും. ദിനചര്യകളുടെ താളം തെറ്റാൻ ഇടയുണ്ട്. ആഴ്ച ആദ്യം അധ്വാനഭാരം വർദ്ധിച്ചേക്കും. ക്രമേണ മനസ്സമാധാനവും സ്വസ്ഥതയും അനുഭവപ്പെടും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പല കാര്യങ്ങളും പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ്. മനസ്സിൽ പലപ്പോഴും പ്രായോഗികവശമാകും മുന്നിൽ നിൽക്കുന്നത്. പലവിധ സാമ്പത്തിക സ്രോതസ്സുകൾ തെളിയുന്നതാണ്. എന്നാൽ അതനുസരിച്ച് ചെലവുകളും വർദ്ധിക്കും. സാമൂഹിക അംഗീകാരം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറഞ്ഞേക്കാം. മാതാപിതാക്കൾക്ക് ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണ്ട സമയമാണ്. പുതിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങിയേക്കും. വൃശ്ചികക്കൂറുകാർ സാഹിത്യ സൃഷ്ടിയിൽ മുഴുകുന്നതാണ്. വാരം അവസാന ദിവസങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നതാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങളിൽ നിഷ്കർഷയും ആത്മാർത്ഥതയും പ്രകടമാകും. മുടങ്ങിപ്പോയ ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും. അതിനുള്ള ധനം സ്വരൂപിക്കാൻ കഴിയും. സമ്മാന പദ്ധതികളിലും ലോട്ടറി നറുക്കെടുപ്പുകളിലും മറ്റും വിജയിക്കാൻ കഴിയും. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങളോട് പരമാവധി സഹകരിക്കുന്നതാണ്. വിട്ടുവീഴ്ചയിലൂടെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാകും. പിതാവിൻ്റെ ഗുണവിശേഷങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇടവരും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാഹചര്യം അനുകൂലമാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ അലോരസങ്ങൾ ഉടലെടുക്കും. വാരം അവസാന ദിവസങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നതാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസികമായ വൈക്ലഭ്യങ്ങൾ മാറി കാര്യങ്ങൾ ഉന്മേഷഭരിതമാകും. കലാപഠനത്തിനും കലാപ്രദർശനത്തിനും സന്ദർഭം അനുകൂലമാണ്. സ്വന്തം ഉൽപ്പന്നങ്ങൾ ഗുണഭോക്താക്കളെ ആകർഷിച്ചേക്കും. ചെറുകിട സംരംഭങ്ങൾ കൂടുതൽ ജനകീയമാകും. പ്രണയികൾക്കിടയിൽ ഐക്യം ദൃഢമാകുന്നതാണ്. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. യാഥാർത്ഥ്യങ്ങളിലല്ല സ്വപ്നലോകത്താണെന്ന് വേണ്ടപ്പെട്ടവർ ആരോപിച്ചേക്കും. കലാരംഗത്തുള്ളവർക്ക് അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കും.
അഭിമുഖങ്ങളിലും മത്സരപരീക്ഷകളിലും ശോഭിക്കുന്നതാണ്. ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. സാഹസങ്ങൾ ഒഴിവാക്കുന്നതാവും ഉചിതം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിയും. തൊഴിലിടത്തിൽ ആത്മസംയമനം പാലിക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ വന്നുചേരും. സ്വയം തൊഴിൽ മേഖലയിൽ ലാഭം കുറയുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്ത് മനമടുപ്പ് തോന്നിയേക്കും. തൊഴിൽ തേടുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലമല്ല. സർക്കാരിൽ നിന്നും പ്രതീക്ഷിച്ച രേഖകൾ കൈവശം വന്നുചേരും. വാഹനമോ വീടോ മോടി പിടിപ്പിച്ചേക്കും. ആഴ്ച അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണകരമാകും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രായോഗികമായി ചിന്തിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ കഴിയും. സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങളിൽ വേഗത്തിൽ പോംവഴി നിർദ്ദേശിക്കും. സാമൂഹ്യ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്നതാണ്. വരുമാനമാർഗം മെച്ചപ്പെടും. നിലവിലെ തൊഴിലിൽ മാറ്റം ആഗ്രഹിച്ചാലും നടക്കണം എന്നില്ല. കുടുംബജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും ഉണ്ടാകും. ശനിയും സൂര്യനും 3-ാം ഭാവത്തിൽ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ വിരോധികൾ പോലും അനുകൂലമായി പ്രതികരിക്കും. ഭൂമി വ്യാപാരത്തിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും നഷ്ടത്തിന് സാധ്യതയുണ്ട്. ബന്ധുസമാഗമം സാധ്യമാകും. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. ഈശ്വര സമർപ്പണങ്ങൾക്ക് സമയം കണ്ടെത്തും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുക്കൂറുകാർക്ക് വാരം പൊതുവെ അനുകൂലമാണ്. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുന്നതിനും അവസരമുണ്ടാകും. ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. കലാകാരന്മാർക്ക് പാരിതോഷികങ്ങൾ ലഭിക്കാനിടയുണ്ട്. മകരക്കൂറുകാർക്ക് കാര്യങ്ങൾ കരുതിയതുപോലെ ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞേക്കില്ല. അവിചാരിതമായി ചെലവുകളും വന്നുചേരും. ശനിയും സൂര്യനും 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മനഃപൂർവ്വമല്ലാതെ കള്ളം പറയേണ്ടി വരും. വാക്കുകളിൽ പാരുഷ്യം നിറയും. പൊതുവെ സുഖക്കുറവ് അനുഭവപ്പെടും. ആഴ്ച അവസാന ദിവസങ്ങളിൽ കാര്യങ്ങൾ കുറെ അനുകൂലമായേക്കും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ആലസ്യം അനുഭവപ്പെടും. ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ ആവശ്യമായി വരുന്നതാണ്. അഭിപ്രായം തുറന്നു പറയാൻ മടി കാണിക്കില്ല. പക്ഷേ അത് ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. പഴയ കടബാധ്യതകൾ കുറച്ചൊക്കെ മനക്ലേശത്തിന് കാരണമാകുന്നതാണ്. സ്ത്രീകളുടെ പിന്തുണ ലഭിക്കാൻ ഇടയുണ്ട്. എതിർപ്പുകളെ മനസ്ഥൈര്യത്തിൽ മറികടക്കും. വ്യാപാരത്തിൽ പുതിയ കൂട്ടുകെട്ടുകൾ ഉദയം ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത വേണം. ചില സ്വൈര്യക്കേടുകൾക്കും അലച്ചിലിനും സാധ്യതയുണ്ട്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. കാര്യങ്ങളിൽ വിജയം വരിക്കുവാനും കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഏകാഗ്രത നിലനിർത്താനാകും. ഉദ്യോഗസ്ഥർക്ക് അപ്രതീക്ഷിതമായി സ്ഥലം മാറ്റ ഉത്തരവ് ലഭിക്കാനിടയുണ്ട്. മകരക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് എതിർപ്പുകൾ കുറഞ്ഞു വരുന്നതാണ്. കുംഭക്കൂറുകാർക്ക് കിടമത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതി വന്നുചേരും. പൊതുവെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ടതുണ്ട്. കുടുംബത്തോടൊത്ത് അവധിക്കാല യാത്രകൾ ആസൂത്രണം ചെയ്യും. സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഗുണം ലഭിച്ചു തുടങ്ങും. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ഊർജ്ജദായകമാകും. പ്രതീക്ഷകൾ പൊട്ടിമുളയ്ക്കുകയും പൂവണിയുകയും ചെയ്യും. ആഗ്രഹങ്ങൾ പലതും സഫലമാകും. സാമ്പത്തിക രംഗം മോശമാകില്ല. പല വഴികളിലൂടെ പണം കൈവശം വന്നു ചേരുന്നതാണ്. അധ്വാനഭാരം വർദ്ധിച്ചേക്കും. ചില കാര്യങ്ങളിൽ മേലധികാരികൾ വിയോജിപ്പ് പ്രകടമാക്കും. യാത്രാക്ലേശത്തിനും സാധ്യതയുണ്ട്. അവിചാരിതമായി പല ചെലവുകളും വന്നുചേരും. അതിൻ്റെ പേരിൽ കുടുംബാംഗങ്ങളോട് കലഹിക്കാനും സാധ്യതയുണ്ട്. നിർബന്ധ ബുദ്ധി ചിലപ്പോൾ പ്രശ്നങ്ങളെ വഷളാക്കിയേക്കും. എന്നാൽ സന്തോഷകരമായ അനുഭവങ്ങളും നിറഞ്ഞതാകും വാരം. ബന്ധുസമാഗമം സാധ്യമാകും. കലാകാരന്മാർക്ക് പാരിതോഷികം ലഭിച്ചേക്കാം. പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി ജന്മനക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ മനസ്സ് സംഘർഷഭരിതമാകും. ക്ലേശങ്ങൾ ഒഴിയാവാതെയാണോ എന്ന് തോന്നിപ്പോകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സം അനുഭവപ്പെടാം.
അപ്രതീക്ഷിതമായ സഹായങ്ങളും പിന്തുണയും സന്തോഷം പകരും. പ്രണയികൾക്ക് തടസ്സങ്ങൾ മറികടക്കുവാൻ കഴിയും. ധനപരമായ ആവശ്യങ്ങൾക്ക് തടസ്സം നേരിടില്ല. രോഗദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും. കുറച്ചധികം പ്രയത്നിച്ചിട്ടാണെങ്കിലും പണയവസ്തു വീണ്ടെടുക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഏകാഗ്രതയുണ്ടാകും. പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലമല്ല. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിലർ ഭൗതിക നേട്ടങ്ങളും തൃഷ്ണയും ഉള്ളവരായി മാറിയേക്കും. വരവും ചെലവും തമ്മിലുള്ള അനുപാതം അത്ര മെച്ചമായിരിക്കില്ല. സൗന്ദര്യപ്പിണങ്ങൾ സ്ഥിരശത്രുതയായി മാറാൻ സാധ്യതയുണ്ട്. ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടും. ചെറിയ ദൗത്യങ്ങൾ അഭംഗുരമായി പൂർത്തിയാക്കുവാൻ സാധിക്കും. സ്നേഹിക്കുന്നവരുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്നതാണ്. ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുവാൻ ക്ലേശിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ അധ്യാപകരുടെ സഹായം തേടുന്നത് ഉചിതമായിരിക്കും. ഇഷ്ടമില്ലാത്ത ചില യാത്രകൾ അനിവാര്യമാകും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ 3 ഗ്രഹങ്ങളും 12ാം ഭാവത്തിൽ 2 ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നു. ആശയക്കുഴപ്പം വിടാതെ പിന്തുടരും. ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഏകോപിപ്പിക്കുവാൻ പാടുപെടും. ആഗ്രഹ സാഫല്യം അത്ര എളുപ്പമാകില്ല. പലതും അറിഞ്ഞതുപോലെയാവില്ല അനുഭവത്തിൽ വരുന്നത്. ചിലതൊക്കെ ആദ്യം തൊട്ട് തന്നെ പഠിക്കണം എന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ. ബന്ധങ്ങളുടെ സഹജഭാവവും ഐക്യവും നിലനിർത്താൻ എളുപ്പമായിരിക്കില്ല. ക്രയവിക്രയങ്ങളിൽ വഞ്ചിതരാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വൈദ്യസഹായം വേണ്ടി വന്നേക്കാം. ബിസിനസ്സിൽ കൂടുതൽ മുതൽ മുടക്കുന്ന സാഹചര്യം അനുകൂലമല്ല. ദൈനംദിന ആവശ്യങ്ങൾക്ക് മുടക്കം വരില്ല. വാരം അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യുക.